സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോയെന്ന് വിളിച്ചു. ഈശോ വിളിക്കുന്നുണ്ട്. എന്തുകുട്ടിയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പെൺകുട്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഹേമ, സ്ഥലം കണ്ണൂർ ചക്രക്കല്ല്. എൻ്റെ ഭർത്താവിന് ഈശോയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഭർത്താവിന് 2023 ഫെബ്രുവരി മാസം പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം സ്ട്രോക്കിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ചില മരുന്ന് ശരീരത്തിനകത്ത് രക്തസ്രാവം ഉണ്ടാക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്ന് ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തു നോക്കിയപ്പോൾ ആമാശയത്തിൽ പുണ്ണുണ്ടെന്നും അത് ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞു. ഉടനെ ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു വന്നത്. പിന്നെ മലബാർ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ആമാശയം എടുത്തു മാറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കീമോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വേഗം സ്പ്രെഡാകുന്ന അണുക്കളായതുകൊണ്ട് കീമോ ചെയ്യേണ്ടി വന്നു. കീമോ 2 എണ്ണം ചെയ്ത സമയത്ത് രക്തം ഛർദ്ദിച്ചു. വീണ്ടും കോടിയേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് വയർ മുഴുവനായും വാഷ് ചെയ്യുകയും ശരീരം അവശ്യ നിലയിലായത് കാരണം ഗാസ്ട്രോ ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞു. അവിടെ ഗാസ്ട്രോൻ്റെ ഡോക്ടർ ഇല്ലാത്തത് കാരണം ധനലക്ഷ്മിയിലേക്ക് കൊണ്ടുപോയി ICUവിലാക്കി. എൻഡോസ്കോപ്പി വീണ്ടും ചെയ്തു. വയറിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം പറയുകയും ചെയ്തു. ബയോപ്സിക്ക് സാമ്പിൾ എടുത്ത് അയച്ചു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഉഷ ആവിലാസദൻ എന്ന ആശ്രമത്തെപ്പറ്റി പറഞ്ഞു തന്നത്. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം പ്രാർത്ഥിക്കാനും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അതുപോലെ ഞാൻ ആശുപത്രിയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വ്യാഴാഴ്ച ഞാൻ ഓൺലൈനിൽ ധ്യാനം കൂടുകയും ചെയ്തു. പിറ്റേന്ന് റിസൾട്ട് വന്നു. നെഗറ്റീവായിരുന്നു. പിന്നീടുള്ള എല്ലാ പറ്റുന്ന വ്യാഴാഴ്ചകളിലും ഞാൻ ആവില ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു. പറ്റാത്ത സമയങ്ങളിൽ ഓൺലൈനിൽ കൂടുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം 8 കീമോ സുഖമായി ചെയ്യുവാൻ സാധിച്ചു. പിന്നീട് 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോവുകയും ചെയ്തിരുന്നു. സാക്ഷ്യം പറയാൻ പലതവണ വരാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 2024 മാർച്ച് 4-ാം തീയതി ചെക്കപ്പിന് പോയപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടെന്ന് സംശയം പറഞ്ഞു. CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ കണ്ടത് കാരണം MRI ചെയ്തു. അതിലും ക്യാൻസർ തുടക്കമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ബയോപ്സി ചെയ്യണമെന്നും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ ധൈര്യമായി പോയിക്കൊള്ളുവാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് മെയ് 14 ബയോപ്സിക്ക് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് 20 കിട്ടി. ഡോക്ടർ അത് തന്നെ അത്ഭുതമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. റാപ്സിനച്ഛൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിത അവസാനം വരെയും ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിൽ അമ്മത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സിനച്ഛനും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഈശോയെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സുരേന്ദ്രൻ എന്നാണ് സഹോദരൻ്റെ ചേട്ടൻ്റെ പേര്. ഹേമ എന്നാണ് ചേച്ചിയുടെ പേര്. കർത്താവ് അത്ഭുതകരമായിട്ട് CT സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ബയോപ്സി ചെയ്തു നോക്കുമ്പോൾ ക്യാൻസർ അല്ല എന്ന റിപ്പോർട്ട് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ
അതുപോലെ ഈ സഹോദരി പറഞ്ഞതുപോലെ ജീവിതാവസാനം വരെ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ജീവിതാവസാനം വരെ സർവ്വ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു.